1970-കളിലാണ് മലയാള സിനിമയിൽ യുവാക്കളുടെയും നവഭാവുകത്വത്തിൻ്റെയും തിരയടിക്കുന്നത്. എല്ലാ വിഭാഗങ്ങളിലും പുതിയ ചിന്തയും പുതിയ സ്വപ്നങ്ങളുമായി യുവാക്കൾ പ്രവേശിച്ചു. ഇതിൽ പ്രമുഖനായിരുന്നു കവിയും ഗാനരചയിതാവുമായ പൂവച്ചൽ ഖാദർ. അദ്ദേഹം ആദ്യമായി വിജയ നിർമ്മലയുടെ സംവിധാനത്തിൽ പുറത്തുവന്ന കവിത എന്ന ചിത്രത്തിൽ ചില കവിതാ ശകലങ്ങളാണ് എഴുതിയത്. പിന്നീട് കാറ്റു വിതച്ചവൻ എന്ന ചിത്രത്തിൽ മഴവില്ലിൻ്റെ അജ്ഞാതവാസം പോലുള്ള മനോഹര ഗാനങ്ങൾ അദ്ദേഹം രചിച്ചു. അതിനുശേഷം ചുഴി എന്ന ചിത്രം. 1975-ൽ IV ശശി എന്ന അരങ്ങേറ്റക്കാരൻ്റെ ഉത്സവം എന്ന ചിത്രത്തിൽ ഖാദറിക്കയായിരുന്നു ഗാനരചയിതാവ്. AT ഉമറായിരുന്നു സംഗീത സംവിധായകൻ. ഇതിലെ ആദ്യ സമാഗമ ലജ്ജയിൽ എന്ന മനോഹര ഗാനം ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ ആണെങ്കിലും ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ AT ഉമറും പൂവച്ചൽ ഖാദറിക്കയും തമ്മിൽ വളരെ വർഷങ്ങൾക്ക് ശേഷമാണത്രേ കാണുന്നത്. ആദ്യമായി സമാഗമം നടക്കുന്നത് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ്. കാരണം ഖാദറിക്ക പാട്ട് എഴുതി കൊടുത്ത് നാട്ടിലേക്ക് പോരുകയായിരുന്നു അത്രേ. റെക്കോർഡിംഗ് സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നില്ല. മനോഹരമായ ഗാനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സമാഗമ ലജ്ജയിലാതിര താരകം കണ്ണടയ്ക്കുമ്പോൾ കായലഴിച്ചിട്ട വാർമുടിപ്പീലിയിൽ സാഗരമുമ്മ വയ്ക്കുമ്പോൾ സംഗീതമായി പ്രേമ സംഗീതമായി നിന്റെ മോഹങ്ങൾ എന്നിൽ നിറയ്ക്കൂ. ആദ്യ സമാഗമ ലജ്ജയിലാതിര താരകം കണ്ണടയ്ക്കുമ്പോൾ കായലഴിച്ചിട്ട വാർമുടിപ്പീലിയിൽ സാഗരമുമ്മ വയ്ക്കുമ്പോൾ നഗ്നാംഗിയാകുമിയാമ്പൽ മലരിനെ നാണത്തിൽ പൊതിയും നിലാവും നിന്നെയും എന്നെയും ഒന്നാക്കി മാറ്റുമ്പോൾ സ്വർലോകമെന്തെന്നറിഞ്ഞു. ആദ്യ സമാഗമ ലജ്ജയിലാതിര താരകം കണ്ണടയ്ക്കുമ്പോൾ കായലഴിച്ചിട്ട വാർമുടിപ്പീലിയിൽ സാഗരമുമ്മ വയ്ക്കുമ്പോൾ സായുജ്യമായി ജന്മസാഫല്യമായി എൻ്റെ മാറിൽ കിടന്നു മയങ്ങൂ, മാറിൽ കിടന്നു മയങ്ങൂ. ഒരു പാവം, ഒരു മിടുക്കൻ, ഇങ്ങനെയുള്ള ഡബിൾ റോളുകൾ
നമ്മുടെ നായകന്മാർക്കെല്ലാം എന്നും പ്രിയങ്കരമായിരുന്നു. രാം ഔർ ശ്യാം, സീത ഔർ ഗീത, മലയാളത്തിൽ വന്ന അജയനും വിജയനും, ഇതൊക്കെ അങ്ങനെയുള്ള ചിത്രങ്ങളായിരുന്നു. എങ്ക വീട്ട് പിള്ള എന്ന 1965 പുറത്തിറങ്ങിയ MGR ചിത്രവും ഇതേ പാണിയിലായിരുന്നു. MGRന് 2 വേഷം, സരോജാദേവിയും രത്നയും നായികമാർ. ചിത്രത്തിൽ 2 നായികമാരും അവരുടെ നായകന്മാരെക്കുറിച്ച് ഓർത്ത് പാടുന്നൊരു ഗാനരംഗമുണ്ട്. മലർക്ക് തെണ്ടൽ എന്ന മനോഹര ഗാനം സുശീലാമ്മയും എല്ലാരീശ്വരിയുമാണ് പാടിയിരിക്കുന്നത്. ഈ ഗാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ മലയാളത്തിലെ പ്രശസ്തനായ ദേവരാജൻ മാസ്റ്റർ ഒരു ദിവസം രാത്രി 2:30 മണിക്ക് MSVക്ക് ഫോൺ ചെയ്തത്രേ. MSV ഉറക്കമുണർന്ന് ഫോൺ എടുത്തപ്പോൾ മാസ്റ്റർ ചോദിക്കുകയാണ്, MSV, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു മെലഡി ഉണ്ടാക്കിയതെന്ന്. എന്തായാലും ദേവരാജൻ മാസ്റ്റർ ഉറക്കം കെടുത്തിയ ആ മെലഡി നമുക്കൊന്നുകൂടി കേൾക്കാം. மலருக்கு தென்றல் பகையானால் அது மலர்ந்திட கதிரவன் துணையுண்டு. மலருக்கு தென்றல் பகையானால் அது மலர்ந்திட கதிரவன் துணையுண்டு. நிலவுக்கு வானம் பகையானால் அது நடந்திட வேறே வழியேது. மலருக்கு தென்றல் பகையானால் அது மலர்ந்திட கதிரவன் துணையுண்டு. நிலவுக்கு வானம் பகையானால் அது நடந்திட வேறே வழியேது. மலருக்கு தென்றல் பகையானால் அது மலர்ந்திட கதிரவன் துணையுண்டு. மலருக்கு தென்றல் பகையானால் அது மலர்ந்திட கதிரவன் துணையுண்டு. கண்ணுக்கு பார்வை பகையானால்
നിലവുക്ക് വാ